കഴിഞ്ഞ സ്നോ വാർണിങ്ങിൻ്റെ ഫ്രൈഡേ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയ ഒരു ചെറിയ ഗ്ലിംസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഹെക്റ്റിക്കായിട്ടൊരു വർക്ക് കഴിഞ്ഞുള്ള ഡേ ആയിരുന്നെങ്കിലും ഫിഷ് റീസ്റ്റോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നേ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫാമേഴ്സ് മാർക്കറ്റിലാണ് ഞങ്ങൾ പോണത്. ഇവിടെ ഫ്രഷ് ആയിട്ടും ഫ്രോസൺ ആയിട്ടും ഫിഷുകൾ കിട്ടാറുണ്ട്. കാണാൻ ലുക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ് ഈ ഒരു ഫാമേഴ്സ് മാർക്കറ്റ്. യൂഷ്വലി അമേരിക്കയിലെ മീനുകളൊന്നും നമ്മളെ നാടൻ മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാറില്ല. മസാല പിടിക്കാത്ത പോലെ തോന്നും, പിന്നെ കറികൾക്കൊന്നും ഒരു രുചിയില്ലാത്ത പോലെ തോന്നും. അപ്പോൾ വളരെ ചുരുക്കം മീനുകളാണ് ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടുന്ന് വാങ്ങാറുള്ളത്. ഞങ്ങൾ വാങ്ങുന്ന ചില മീനുകളുടെ പേര് ഞാൻ പറയാമേ. ബ്രൊഞ്ചീനി, തിലാപ്പിയ, പൊമ്പാനോ എന്നൊക്കെയാണ് കേട്ടോ. അതൊന്നും നാട്ടിൽ നിന്ന് കഴിച്ചതായി ഞാൻ ഒട്ടും ഓർക്കുന്നില്ലേ. അതിൻ്റെ മലയാളം പേരും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അതല്ലാതെ കോമൺ ആയി കിട്ടുന്നത് ഷ്രിമ്പ്, സ്ക്വിഡ്, ക്രാബ്, ലോബ്സ്റ്റർ അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഞങ്ങളിതേ പൊമ്പാനോ അയാൾക്ക് നന്നാക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതാ ജീവനുള്ള ലോബ്സ്റ്റേഴ്സിനെ റബ്ബർ ബാൻഡ് കൊണ്ട് കയ്യോ കാലൊക്കെ കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ. നമുക്ക് തൂക്കിയിട്ട് അതിൻ്റെ വിലക്കാണ് ഇത് വിൽക്കുന്നത്. പിന്നെ അവിടെ കുറച്ച് കിങ് ഫിഷ് ഇരിക്കുന്നത് കണ്ടു. അത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് പുള്ളിനോട് അത് ഞങ്ങളൊന്നും കൂടെ തിന്നാക്കിയിട്ട് സ്ലൈസ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഒരു ലൂസ് 4-5 പീസുകൾ മേടിച്ചു. വേറെ ഒന്നിനും അല്ല, ബിരിയാണി വെക്കാനാണ്. സ്വാഭാവികം. ഈവൻ തിലാപ്പിയ കൊണ്ടും ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നു അത്. ഒരു 3 വർഷം മുന്നേ ദുബായി പോയപ്പോൾ അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിൽ കയറിയായിരുന്നേ. അന്ന് അത് കണ്ട് ഞങ്ങൾ ഒത്തിരി വണ്ടർ അടിച്ചായിരുന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര വലിയ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ദുബായിലൊക്കെ ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. പക്ഷെ ഇതും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. പിന്നെ അതല്ലാതെ ഫ്രോസൺ കല്ലുമ്മക്കായ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. ഈ കാണുന്നത് ചെറിയുള്ളിയാണ്. അതിൻ്റെ വലുപ്പം കണ്ടോ നിങ്ങൾ? അതല്ലാതെ ഇങ്ങനത്തെ ചൈനീസ് ഫാർമേഴ്സ് മാർക്കറ്റിലൊക്കെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാണാൻ പറ്റും കേട്ടോ. ടേസ്റ്റും ആണ് നമുക്ക് ട്രൈ ചെയ്യാൻ. പിന്നെ കുറേ വെറൈറ്റി സ്നാക്സും ഡെസേർട്ട്സും ഒക്കെ നിങ്ങളെ കാണിച്ചതാണ്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. എന്നാൽ കൂടി എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ബൈ.